പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 65-ാം സങ്കീർത്തനം 11-ാം വാക്യം. നീ സംവത്സരത്തെ നിൻ്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിൻ്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. ഹല്ലേലൂയ. സംവത്സരത്തെ തൻ്റെ നന്മകൾ കൊണ്ട് അലങ്കരിക്കുന്നവൻ അത്രേ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇംഗ്ലീഷ് പരിഭാഷകളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ നന്മയുടെ കിരീടം നമ്മെ അണിയിക്കുന്നു, അവൻ അഭിഷേകത്തിൻ്റെ കിരീടം നമ്മെ അണിയിക്കുന്നു. നമ്മുടെ തലയിൽ അവൻ കിരീടത്തെ വയ്ക്കും. ഇന്ന് പകൽക്കാലവും ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ദൈവ പൈതലിനോടാണ് പരിശുദ്ധാത്മാവ് ഇങ്ങനെ തന്നെ പറയുന്നത്. 65 സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ അതുകൊണ്ട്: സിയോനിൽ യഹോവയ്ക്ക് സ്തുതി യോഗ്യം. ഹല്ലേലൂയ. സിയോനിൽ കർത്താവിന് സ്തുതി യോഗ്യമാ. കർത്താവിനെ ഹല്ലേലൂയ ആരാധിക്കുന്ന ഒരു വ്യക്തിയെ ഹല്ലേലൂയ ദൈവം ഇതാ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണോ, ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തിയാണോ, നിങ്ങളുടെ തലയിൽ അവൻ അഭിഷേകത്തിൻ്റെ കിരീടം അണിയിക്കും. നിങ്ങളുടെ തലയിൽ അവൻ നന്മയുടെ കിരീടത്തെ വയ്ക്കും. നിങ്ങളുടെ തലയിൽ ഹല്ലേലൂയ ദൈവിക എബണ്ടൻസിൻ്റെ, ദൈവിക വർധനവിൻ്റെ കിരീടത്തെ തലയിൽ വയ്ക്കും. ഇതിനുവേണ്ടി ഒറ്റ താക്കോലേ നമ്മുടെ കയ്യിലുള്ളൂ. വാ തുറന്ന് ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിന് നന്ദി അർപ്പിക്കുക. ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തിയെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന പ്രോമിസ 2 തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നു: പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ എന്ന് ദൈവത്തെ വിളിക്കുന്നു. അതിൻ്റെ അർത്ഥം സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. 1 ആരാധിക്കുന്ന വ്യക്തി, 2 പ്രാർത്ഥിക്കുന്ന വ്യക്തി. ഇന്ന് പകൽക്കാലവും പ്രാർത്ഥനയും ആരാധനയും നിൻ്റെ വീട്ടിനകത്തുണ്ടെങ്കിൽ നിൻ്റെ തലയിൽ അല്ലെങ്കിൽ അഭിഷേകത്തിൻ്റെ എണ്ണ ഒഴിക്കാൻ, അഭിഷേകത്തിൻ്റെ കിരീടം അണിയിക്കാൻ, നിൻ്റെ തലയിൽ നന്മയുടെ കിരീടം അണിയിപ്പാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. എത്ര പേര് ഇതൊന്ന് കേട്ടിട്ട് ആമീൻ പറയും? എത്ര പേരൊന്ന് ആരാധിച്ച് തുടങ്ങും? നിങ്ങളുടെ വീട്ടിനകത്ത് ഹല്ലേലൂയ നിങ്ങൾക്കൊന്ന് ദൈവത്തെ ഈ പകൽക്കാലം ഒന്ന് ആരാധിക്കാൻ പറ്റുമോ? ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തൊന്ന് സ്തുതിക്കാൻ പറ്റുമോ? നിങ്ങളുടെ തലയിൽ തന്നെ ഈ ഹല്ലേലൂയ ഈ കിരീടത്തെ വെക്കാൻ ദൈവം വിശ്വസ്തനാ. തൊട്ടടുത്ത ഹല്ലേലൂയ വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ എൻ്റെ പാതകളെ പുഷ്ടി പൊഴിക്കുന്നു, എൻ്റെ പാതകൾ നിറഞ്ഞു കവിയുന്നു എന്നൊരു പരിഭാഷയുണ്ട്. നിറഞ്ഞു കവിയുന്നു. ഹല്ലേലൂയ. മറ്റൊരു പരിഭാഷയിൽ ഞാൻ ഇങ്ങനെ വായിച്ചു: ഹല്ലേലൂയ എൻ്റെ രഥത്തിൻ്റെ ചക്രങ്ങൾ പോകുന്ന സ്ഥലത്ത് ഹല്ലേലൂയ അഭിഷേകത്തിൻ്റെ എണ്ണ ഒഴുകും. അതിൻ്റെ അർത്ഥം ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തെ ദൈവം പകരും. പ്രിയരെ, നാം അനുഗ്രഹം അന്വേഷിച്ച് എങ്ങും പോകേണ്ട. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ദൈവത്തെ ഒന്ന് ആരാധിച്ച് തുടങ്ങിയാൽ മതി. ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞ് തുടങ്ങിയാൽ മതി. ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അവനോടൊന്ന് സംസാരിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ തലയിൽ അഭിഷേകത്തിൻ്റെ ഹല്ലേലൂയ കിരീടത്തെ ദൈവം അണിയിക്കും. നിങ്ങളുടെ സംവത്സരങ്ങളെ തൻ്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന ദൈവം നിങ്ങളുടെ തലയിൽ ആ അഭിഷേകത്തിൻ്റെ എണ്ണ ഒഴിക്കുമ്പോൾ ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ മറ്റൊരു സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: തലയിൽ ഒഴിച്ച എണ്ണ അല്ലെങ്കിൽ താടിയിലൂടെ, വസ്ത്രത്തിൻ്റെ വെളിമ്പിലൂടെ അത് ഒഴുകുകയാണ്. പ്രിയരെ, നിൻ്റെ തലയിൽ അഭിഷേകമുണ്ടോ? തലയിലൂടെ അത് താഴേക്ക് ഒഴുകും. തലയ്ക്കകത്തൂടെ, തലയിലൂടെ അത് ഒഴുകി അല്ലെങ്കിൽ നീ പോകുന്ന വഴിക്കകത്ത് പുഷ്ടി വരും. ദൈവിക പുഷ്ടി, ദൈവിക എബണ്ടൻസ് വരും. അല്ലെങ്കിൽ അതുകൊണ്ട് നീ അല്ലെങ്കിൽ നിൻ്റെ കാല് എവിടെ ചവിട്ടുന്നോ അവിടെ ഒരു അനുഗ്രഹത്തെ ദൈവം കൊടുക്കും. നീ കാല് വെക്കുന്ന വീട്, നീ കാല് വെക്കുന്ന ഓഫീസ്, നീ കാല് വെക്കുന്ന വഴികൾ, നീ കാല് വെക്കുന്ന ദേശം അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ടാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്: നീ കാല് വെക്കുന്ന ദേശം നിന്നാൽ അനുഗ്രഹിക്കപ്പെടും. എത്ര പേര് ഈ ഒരു വാക്യം ഏറ്റെടുത്തിട്ട് പ്രാർത്ഥിക്കും: പിതാവേ, എൻ്റെ തലയിൽ നീ അല്ലെങ്കിൽ നന്മ കൊണ്ട് അലങ്കരിച്ചെങ്കിൽ എൻ്റെ പാതകൾ പുഷ്ടി പൊഴിക്കും. ഞാൻ പോകുന്ന വഴികൾക്കകത്ത് ദൈവിക കരുതൽ വെളിപ്പെടും, ദൈവിക നന്മ വെളിപ്പെടും. ഇന്ന് പകൽക്കാലവും ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു: നീ നന്മയുടെ ഉറവിടമാ, നീ ഒരു അനുഗ്രഹത്തിൻ്റെ ഉറവിടമാ. നീ ചെല്ലുന്ന സ്ഥലത്ത് ആ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. അല്ലെങ്കിൽ നിൻ്റെ തലയ്ക്ക് എത്താൻ കഴിയാത്ത, തല കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്ത വൻ കാര്യങ്ങളെ അഭിഷേകം വരുമ്പോൾ അവൻ ചെയ്യിക്കും. ദാവീദ് രാജാവിന് തൻ്റെ ചിന്തയിൽ ഒരു ഗോലിയാത്തിനെ തകർക്കാൻ പറ്റത്തില്ല, തന്നെ ഒരു രാജാവാക്കി ഉയർത്താൻ പറ്റത്തില്ല. എന്നാൽ അഭിഷേകം തലയിൽ ചലിച്ചപ്പോൾ അല്ലെങ്കിൽ ഇടയനായിരുന്ന ദാവീദിനെ ദൈവം ഉയർത്തി. ഗോലിയാത്ത് എന്ന മല്ലനെ തകർക്കാൻ, ഇസ്രായേലിൻ്റെ മധുര ഗായകനായി തീരുവാൻ, ഇസ്രായേലിൻ്റെ പ്രഗത്ഭനായ ഒരു രാജ
രാജാവാക്കി തീർക്കുവാൻ ദൈവത്തിന് ഹിതമായി തീർന്നു, ദൈവത്തിന് പ്രസാദമായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ സമയത്തും ഈ വചനം കേട്ട് വചനത്തെ വിശ്വസിച്ച് ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തെ നിങ്ങൾ ആരാധിക്കുമെങ്കിൽ, ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ, നിശ്ചയമായി ഒരു ദൈവ പൈതൽ എന്ന രീതിയിൽ ഞാൻ ഈ വചനത്തെ നിങ്ങൾക്ക് കൈമാറി നിങ്ങളെ അനുഗ്രഹിച്ചു പറയുന്നു. നിങ്ങൾ ഒരു അനുഗ്രഹ വിഷയമായി തീരും. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളൊരു അനുഗ്രഹമാണ്, നിങ്ങളുടെ ഓഫീസിന് നിങ്ങളൊരു അനുഗ്രഹമാണ്, നിങ്ങളുടെ ദേശത്തിന് നിങ്ങളൊരു അനുഗ്രഹമാണ്. പ്രിയരെ, നിങ്ങൾ കാലുവെക്കുന്ന ദേശത്ത് ഈ അനുഗ്രഹം വരും. നല്ല പിതാവേ, ഇന്ന് രാവിലെ സമയത്ത് ഈ വചനം കേൾക്കുന്ന നിന്റെ മക്കളെ ഓരോരുത്തരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ട ഈ ജനം എവിടെ കാലുവെച്ചാലും ഇവരൊരു അനുഗ്രഹമായി തീരണം. ഇവരുടെ ജീവിതത്തിൽ നന്മയും കരുണയും ഇവരെ പിന്തുടരട്ടെ. ഇവരൊരു അനുഗ്രഹ വിഷയമാക്കി മാറ്റി കർത്താവിൻ്റെ നാമത്തെ ദേശത്തുയരട്ടെ. കർത്താവിൻ്റെ നാമം ദേശത്തുയരുവാൻ, കർത്താവിൻ്റെ പ്രശസ്തി ദേശത്തുയരുവാൻ ഇടയാക്കണം. ദൈവം വലിയവനെന്ന്, ദൈവം വിശ്വസ്തനെന്ന്, കൈവിടാത്ത ദൈവമെന്ന്, മാനിക്കുന്ന ദൈവമെന്ന് മറ്റുള്ളവരോട് പറയത്തക്ക രീതിയിൽ ഹല്ലേലൂയ തൊട്ടറിയാൻ പറ്റുന്ന, അനുഭവിച്ചറിയാൻ പറ്റുന്ന വലിയ അനുഗ്രഹങ്ങളെ ഇവരുടെ ജീവിതത്തിൽ നീ ചൊരിയുന്നതിനാൽ സ്തോത്രം. നല്ലൊരാഴ്ചക്കാലം ദൈവം കൊടുക്കണം. തുടർന്നുള്ള ദിവസങ്ങളിൽ വലിയ ദൈവപ്രവൃത്തി ഈ മക്കളുടെ ജീവിതത്തിലൂടെ അങ്ങ് വെളിപ്പെടുത്തുന്നതിനാൽ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. നമ്മുടെ കർത്താവ് വാക്കുമാറാത്ത ദൈവമാണ്. അവൻ നമ്മുടെ തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നന്മയുടെ കിരീടത്തെ തലയിൽ വെക്കും. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.